കൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി യഥാർത്ഥ കണക്കിന്റെ സമയമാണ്. ബി.ജെ.പി. നേട്ടമുണ്ടാക്കുക ഏതെല്ലാം മേഖലകളിൽ? തിരിച്ചടി എവിടെ നിന്നാകും? ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എവിടെയൊക്കെ? ശ്രീജ, സായി, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സ്റ്റേറ്റും ആർക്കനുകൂലം അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾ ആർക്ക് പ്രതികൂലമായി മാറും എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളിലും ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മേഖലകൾ തിരിച്ച് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നാണ്. മിഷൻ സൗത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടം മുതൽക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് മിഷൻ സൗത്ത് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. മിഷൻ സൗത്ത് എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ പിടിക്കുക. അതിൽ 2019 ആകെയുള്ള 130 സീറ്റുകളിൽ 29 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പി. കിട്ടിയത് എന്ന് നമ്മൾ ഓർക്കണം. ആ 29-ൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി.ജെ.പിക്ക് നൽകിയ സംസ്ഥാനം കർണാടകമായിരുന്നു. കർണാടകമാണ് 25 സീറ്റുകൾ ബി.ജെ.പിക്ക് നൽകിയത്. 29-ൽ 25. വേണമെങ്കിൽ അതിനോട് കൂടെ ഒന്നുകൂടി കൂട്ടാം. കാരണം സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സീറ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് ബി.ജെ.പിക്ക് കിട്ടിയത് 26 സീറ്റാണ്. 26-ൽ 25 എടുത്താൽ മതി. ബി.ജെ.പിക്ക് കിട്ടി 25. ബാക്കിയുള്ള 4 സീറ്റുകൾ നൽകിയത് തെലങ്കാന സ്റ്റേറ്റാണ്. തെലങ്കാനയിൽ നിന്നാണ് 4 സീറ്റുകൾ ബി.ജെ.പിക്ക് 2019-ൽ കിട്ടിയത്. ഇതിനിടയിൽ ബി.ജെ.പി. നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, അതായത് 2024 ബി.ജെ.പിക്ക് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 4 സംസ്ഥാനങ്ങളായി ബി.ജെ.പിയുടെ ഇന്റേണൽ കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 1 രാജസ്ഥാൻ, 2 ബീഹാർ, 3 ഹരിയാന, 4 മഹാരാഷ്ട്ര. ഈ 4 സംസ്ഥാനങ്ങളിലും പല കാരണങ്ങളാൽ സീറ്റ് നഷ്ടം സംഭവിച്ചേക്കാം എന്നാണ് ബി.ജെ.പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വെച്ച കണക്കാണ്. ഇത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുറവ് വരുന്ന സീറ്റുകളുടെ നഷ്ടം എവിടെ നികത്താം? അതിനുള്ള ഉത്തരമായി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച ഒന്നാണ് മിഷൻ സൗത്ത്. രണ്ടാമത്തേത് കിഴക്കൻ ഇന്ത്യ പിടിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമല്ലോ. ഒഡീഷയിലേക്കും ബംഗാളിലേക്കും വരും. ഈ മിഷൻ സൗത്ത് എന്ന് പറയുമ്പോൾ കേരളവും തമിഴ്നാടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തിയ ഇടങ്ങൾ, അതാണ് ഈ നാഷണൽ എക്സിക്യൂട്ടീവിൽ അന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോദി ഇറങ്ങിക്കളിച്ചതും എക്സിറ്റ് പോളുകൾ പറയുന്ന ഈ നേട്ടം ഉണ്ടാക്കുമെന്ന് അവർ പറയുകയും ചെയ്തു. ആ കളിക്ക് നേട്ടം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം സുബീഷ് പറഞ്ഞത് വെച്ച് ഈ 4 സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര ഇവിടെ നഷ്ടമുണ്ടാവുന്നു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാവും. ഇത് തന്നെയല്ലേ എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് പറയുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ച് എത്ര കിട്ടിയാലും, ഒരു സീറ്റ് കിട്ടിയാൽ പോലും ബി.ജെ.പിയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ്. അതെ, കേരളത്തിൽ 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ അടക്കം പറയുന്നത്. തമിഴ്നാട്ടിലും 1-2 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഈ മിഷൻ സൗത്ത് വിജയിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ആന്ധ്രയിലേക്ക് വരാം. ആന്ധ്രയിലാണ് ഇപ്പോൾ സീറ്റ് കുറയും എന്ന് പ്രതീക്ഷിച്ച 2ഇടത്താണ് അവർ സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് ശ്രമിച്ചത്. ഒന്ന് ഒഡീഷയിലാണ്. അവിടെ ചിലപ്പോൾ ആ പരീക്ഷണം പാളിയേക്കാം. പക്ഷെ വിജയിക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് എഴുതി വെച്ചോളൂ ശ്രീജ, സായി, അതൊരു പക്ഷേ ആന്ധ്രാപ്രദേശ് ആയിരിക്കും. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ എന്താ അറിയോ? എല്ലാ സീറ്റും അങ്ങ് പിടിച്ചാലോ എന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തകരോട്, YSRCPയുടെ അണികളോട് ജഗൻ പറഞ്ഞത് മുഴുവൻ സീറ്റും നമുക്ക് അങ്ങ് എടുത്താലോ എന്നാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജഗന്റെ കോൺഫിഡൻസ് കുറയുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു വിപുലമായ സഖ്യം രൂപീകരിച്ചാണല്ലോ ബി.ജെ.പി. പോരാട്ടത്തിനിറങ്ങിയത്. TDPയുമായി ചേർന്ന്, മറ്റേ പാർട്ടി ഏതാ, ജനസേനയുമായി ചേർന്ന്, അങ്ങനെ ഒരു പവൻ കല്യാണിന്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 2-3 ഘട്ടങ്ങളിലേക്ക് പ്രചാരണം നടന്നു നീങ്ങുമ്പോഴും കടക്കുമ്പോഴേക്കും ഇവിടെ ഈ സഖ്യത്തെ നേരിടുന്നെങ്കിൽ ജഗൻ വല്ലാതെ വിയർക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ എക്സിറ്റ് പോളിൽ ഈ 25 സീറ്റാണ് ആന്ധ്രയിലുള്ളത്. ഒരുപക്ഷെ 25 സീറ്റും ഈ സഖ്യം നേടിയേക്കാം എന്നുള്ള എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ സംസ്ഥാന തലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നു. അതുകൊണ്ട് തന്നെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം സമാനമായ തോതിൽ ലോക്സഭ
നിയമസഭാ തെരഞ്ഞെടുപ്പിലും റിഫ്ലക്ട് ചെയ്താൽ എക്സിറ്റ് പോൾ റിപ്പോർട്ട് കൃത്യമായി. അത് പക്ഷേ വലിയൊരു നേട്ടമാണ് ശ്രീജ. നോക്കി 0-ൽ നിന്ന് 25-ലേക്ക് കുതിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ നേട്ടത്തിനൊപ്പം മറ്റൊരു നേട്ടം കൂടിയുണ്ട്. BJP മറ്റൊരു സംസ്ഥാനത്ത് കൂടി ഭരണത്തിൽ പങ്കാളിയാകും. ഇതോടുകൂടി ആന്ധ്രയിൽ സഖ്യകക്ഷിയായി മാറുകയല്ലേ BJP? അതായത് ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കൂടി ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കർണാടക കൂടി ഞാൻ പറഞ്ഞിട്ട് കിഴക്കൻ ഇന്ത്യയിലേക്ക് കടന്നോളൂ. കർണാടകത്തിൽ ഇപ്പോൾ മേഖല തിരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദക്ഷിണ കർണാടകത്തിൽ കാര്യമായ സീറ്റ് നഷ്ടം സംഭവിക്കാൻ ഇടയില്ല, സാധ്യതയില്ല എന്നാണ് എക്സിറ്റ് പോളും മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. ദക്ഷിണ കർണാടകയിലെ ഓൾഡ് മൈസൂരു മേഖലയിൽ അവിടെ 8 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. ഈ 8ഉം JDSന്റെ കോട്ടകളാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ കേസൊക്കെ വലിയ തിരിച്ചടിയാകും എന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടുവെങ്കിലും പക്ഷേ എക്സിറ്റ് പോളിലൊന്നും കാര്യമായ കുറവ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണല്ലോ അവരും പറയുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പ്രജ്വൽ രേവണ്ണ കേസ് വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു 2-3 ഘട്ടം ആ 2-3 ഘട്ടത്തിൽ തന്നെ കർണാടകയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു, വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. അതാണ് BJPയെ സംബന്ധിച്ച് നേട്ടമായത്. അങ്ങനെയാണെങ്കിൽ ഈ JDSന്റെ കോട്ടകൾ എന്ന് ഞാൻ പറഞ്ഞ ഈ വേറൊരു സംശയം കൂടിയുണ്ട്. ഈ JDSുമായുള്ള സഖ്യം പൊതുവെ അവിടെ പ്രാദേശിക BJP പ്രവർത്തകർക്കൊക്കെ അത്ര വലിയ തൃപ്തിയില്ലായിരുന്നു. ഈ പ്രജ്വലിന്റെ വീഡിയോ പുറത്തുവിട്ടത് BJPക്കാരാണ് എന്ന്. പക്ഷേ ഈ 8 സീറ്റുകളിൽ ചുരുങ്ങിയ പക്ഷം ഈ 8 സീറ്റുകളിലെങ്കിലും ശ്രീജ ഞാൻ പറയുന്ന JDSുമായുള്ള സഖ്യം BJPയെ തുണയ്ക്കുമെന്നാണ്. പിന്നെ കർണാടകത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഹൈദരാബാദ് കർണാടക മേഖല, അതായത് തെലങ്കാനയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, മറ്റൊന്ന് ബോംബെ കർണാടക മേഖല, മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. ഇവിടങ്ങളിൽ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധരാമയ്യയ്ക്ക് ഒപ്പം മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ ഈ 11 മണ്ഡലങ്ങൾ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനമുള്ള ഈ 11 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJPക്ക് കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കർണാടകത്തിൽ കാര്യമായ സീറ്റ് നഷ്ടം ഉണ്ടാകാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. അതായത് ഇപ്പോൾ എക്സിറ്റ് പോളുകളാണല്ലോ നമ്മുടെ മുന്നിലുള്ള കണക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. BJP തൂത്തുവാരുമെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ നരേന്ദ്രമോദി നേരിട്ടിറങ്ങി ക്യാമ്പയിൻ നടത്തി. പക്ഷേ കോൺഗ്രസ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ആ തരംഗം ഇപ്പോഴും ഉണ്ട് എന്നാണ് പ്രചാരണ സമയത്തൊക്കെ അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല അവിടെ ഏറ്റവും നിർണായകമാവുന്നത് കർണാടകയുടെ ഒരൊറ്റ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് അതിലേക്ക് കടക്കാൻ തോന്നുന്നു. അവിടെ ഒരു പക്ഷേ ഏറ്റവും നിർണായകമാവുക ജാതി സമവാക്യങ്ങളാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയം പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BJPയും JDSും തമ്മിലുള്ള ഈ കോമ്പിനേഷൻ കർണാടകയിൽ ഏറ്റവും വർക്കാവുന്ന കോമ്പിനേഷനാണ്. കാരണം വൊക്കലിക വിഭാഗക്കാരുടെ ഏറ്റവും അവരോട് ചേർന്ന് നിൽക്കുന്ന JDS ലിംഗായത്തുകളുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവർ BJPക്കൊപ്പം. ഈ 2 കോമ്പിനേഷനും വരുമ്പോൾ ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് എത്തിക്കൂടാ എന്നില്ല. കിഴക്കൻ ഇന്ത്യയിലേക്ക് കടക്കേണ്ടതുണ്ട് ശ്രീജ. കിഴക്കൻ ഇന്ത്യ. അതിനു മുമ്പ് നമുക്ക് ഈ മിഷൻ സൗത്തിൽ തെലങ്കാനയിലാകെ നിലവിൽ 4 സീറ്റേ ഉള്ളൂ. അതൊരു പക്ഷെ ഒരു 8 സീറ്റ് വരെ. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ രേവന്ത് റെഡ്ഡിയുടെ പുതിയ തെലങ്കാനയില്ലേ, ആ പുതിയ തെലങ്കാനയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ആകെയുള്ള 17 സീറ്റിൽ ഒരു 10 സീറ്റ് വരെ BJP പിടിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റിലേക്കൊന്ന് കർണാടകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആവർത്തിച്ചിരുന്നത് ഈ രേവന്ത് റെഡ്ഡി തെലങ്കാനയെ കോൺഗ്രസ് അനുകൂലമാക്കി മാറ്റിയെടുത്ത ആ ഒരു തരംഗമുണ്ടല്ലോ, അതുകൂടി ഒരുപക്ഷെ കർണാടകയിൽ ഒരു സമാന വികാരം ഉണ്ടാക്കിയേക്കാമെന്നൊക്കെയാണ്. പക്ഷേ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ രേവന്ത് റെഡ്ഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫയർ ബ്രാൻഡ് മികവൊന്നും അവിടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൽ പോലും സ്റ്റാർ ക്യാമ്പയിനറായി കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് 1 മുതൽ 3 വരെ, തമിഴ്നാട്ടിൽ നിന്ന് 1 മുതൽ 3 വരെ. അപ്പം മിഷൻ സൗത്ത് ആകെ പിടിക്കുമ്പോൾ 130-ൽ ആകെയുള്ളത് 29 മണ്ഡലങ്ങളാണ്. ഈ 29-ൽ നിന്ന് കൂടുതൽ എത്ര പിടിക്കാം? 60 വരെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഈ 60 കൂടി കൂട്ടിയാണ് നമ്മൾ പറയുന്ന 370+ എന്നൊക്കെയുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. ഇനി ഇവരുടെ നാഷണൽ എക്സിക്യൂട്ടീവിലെ കണക്കുകൾ അനുസരിച്ച് ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഫോക്കസ് ചെയ്ത മറ്റ് 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് ഒഡീഷ, 2 പശ്ചിമ ബംഗാൾ. അതിൽ ഒഡീഷയിലേക്ക് വന്നാൽ
പഴയ സഖ്യകക്ഷിയാണ്. അവർ വളരെ സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. BJDയും സഖ്യകക്ഷിയായിരുന്നു. പക്ഷേ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് BJPയുടെ പിന്തുണ ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമെന്ന നവീൻ പട്നായിക്കിന്റെ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവർ സഖ്യം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവർ സഖ്യത്തിന് ശ്രമിച്ചു. BJP കാര്യമായ സഖ്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ആന്ധ്രയിൽ നടത്തിയതുപോലെ ഒരു ഓപ്പറേഷനായിരുന്നു ഒഡീഷയിലും അവർ ശ്രമിച്ചത്. പക്ഷേ നവീൻ പട്നായിക് വേണ്ട, ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നിന്നത്. അങ്ങനെ ഒരു പിണങ്ങി പിരിച്ചിലുണ്ടായതുകൊണ്ടായിരിക്കാം ഇത്രയും ശക്തമായ ഒരു പ്രചാരണം. മോദി നേരിട്ട് ഇങ്ങനെ ആക്രമിച്ച നേതാക്കൾ വളരെ കുറവാണ്. അങ്ങനെ ഒരുപക്ഷെ ഒരു ദേശീയ തലത്തിൽ അല്ലാതെ അത്രയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ആ ഒഡീഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആകെ 21 സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. നിലവിൽ BJPക്ക് 8 സീറ്റുകളാണ് അവിടെയുള്ളത്. ആന്ധ്രയിലെ ഇതിന് സമാനമാണ് ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, അവിടെയും സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭയിലേക്ക് അവിടുത്തെ ഒരു കൾച്ചറും ഇത് തന്നെയാണ്. അവർ സംസ്ഥാനത്തേക്ക് BJDക്ക് വോട്ട് ചെയ്യും. അതേസമയം അതേ കൈകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് BJPക്ക് വോട്ട് ചെയ്യും. കേരളം പോലെയാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒഡീഷയെ പറ്റി ഇതുപോലൊരു ഡീറ്റെയിൽ സ്റ്റോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷമായി അവിടെ ഭരിക്കുന്ന നവീൻ പട്നായിക്കിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. അതൊരു അത്ഭുതമാണല്ലോ. 25 വർഷം ഭരിച്ചിട്ടും ഒരു നേതാവിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അങ്ങനെ അല്ല തോന്നുന്നത്. നവീൻ പട്നായിക്കിനെതിരെ ഒരു ഇപ്പോഴുണ്ട് എന്നത് തന്നെയാണ് തോന്നുന്നത്. അതില് BJPയുടെ കുത്തിത്തിരിപ്പ് ഒരു പരിധിവരെ വിജയിച്ചു. മാത്രമല്ല വംശീയത, കുത്തിത്തിരിപ്പ്, പിന്നെ അവരുടെ പ്രാദേശിക ഒരു സ്വത്വത്തെ ആക്രമിക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള പിന്നെ സ്ട്രാറ്റജി ആയിരുന്നു BJP അവിടെ സ്വീകരിച്ചത്. അതൊക്കെ വിജയിക്കുന്നോ എന്ന സംശയം തോന്നുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കാരണം ആകെയുള്ള 21 സീറ്റിൽ 20ഉം BJP നേടിയേക്കാം എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അത് വലിയ രീതിയിൽ അത്ഭുതം ഉളവാക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന BJPയുടെ ടോട്ടൽ നമ്പറിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ 8ൽ നിന്ന് 20ലേക്ക് അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോദി നേരിട്ടിറങ്ങി പ്രചാരണം നടത്തിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. അവിടെ ഇപ്പോൾ BJP ഏതെങ്കിലും രീതിയിലുള്ള തന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. അത് പൊളിറ്റിക്സിലുള്ളതാണ്. ഏറ്റവും അവസാനം കീഴടക്കാൻ പറ്റാത്തൊരു ശക്തിയെ ക്രഷ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയോടൊക്കെ സ്വീകരിച്ച സമീപനത്താണ്. ഇപ്പോൾ VK പാണ്ഡ്യനോടൊക്കെ അദ്ദേഹം തമിഴനാണ്, അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് നിങ്ങൾ വാഴിക്കാൻ പോകുന്നത്? പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു നിലവറയുണ്ട്. ആ നിലവറയുടെ താക്കോൽ VK പാണ്ഡ്യൻ തമിഴ്നാട്ടിലേക്ക് കടത്തി എന്നതടക്കം പറയുകയുണ്ടായി. ആ താക്കോൽ എവിടെ എന്നതായിരുന്നു പ്രധാനപ്പെട്ട, നമ്മൾ മറ്റേ സിനിമയിലൊക്കെ ചോദിക്കണ പോലെ താക്കോൽ എവിടെയാണ്. ഇപ്പോൾ ഒഡീഷയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് BJPയുടെ അങ്ങനെ അയിത്തമുള്ള വോട്ടർമാരൊന്നും അല്ല അവിടെ. BJPയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ BJD ആർക്കൊപ്പമാണ് എപ്പോഴും നിന്നത്? നവീൻ പട്നായിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം BJPക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ തല്ലും പിടിയൊന്നും കാര്യമാക്കണ്ട. അവിടെ ഡൽഹിയിൽ ഒരു ആവശ്യം വന്നാൽ നവീൻ പട്നായിക് കൂടെ നിന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമായത് അതാണ്. അങ്ങനെ ഒരു സഹകരണ സ്വഭാവത്തിൽ പോകുന്ന 2 പേർ അവർക്കിടയിൽ പക്ഷേ അങ്ങനെ ഒരു ആക്രമണ സ്വഭാവം കാണിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കേണ്ടത് എന്ത് വിധേനയും ഒഡീഷ പിടിക്കുക എന്ന ലക്ഷ്യം ഇത്തവണത്തെ BJPയുടെ സാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒഡീഷയിൽ നിന്നാണ് വലിയൊരു നമ്പർ അങ്ങോട്ട് എത്തുന്നത്. അവിടെ ഒരു കാര്യം കൂടി, അതും കൂടെ ചേർത്തേക്കട്ടെ. ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ വനിത, ദ്രൗപദി മുർമുവിനെ അവിടെ രാഷ്ട്രപതിയാക്കാനുള്ള തീരുമാനം എടുത്തതിലൂടെ BJP ഉറപ്പാക്കിയത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിത് വോട്ടുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ആ ഒഡീഷയിൽ മയൂർഭഞ്ചാണ് ദ്രൗപദി മുർമുവിന്റെ സ്ഥലം. അവിടെ നിന്നടക്കമുള്ള ദളിത് വോട്ടുകൾ BJP വളരെ കാര്യമായി ഈ ഒരു ഒറ്റ ഓപ്പറേഷനിലൂടെ ദ്രൗപദി മുർമു എന്ന പിന്നാക്ക വനിതയെ രാഷ്ട്രപതിയാക്കുക, രാജ്യത്തിലെ പ്രഥമ വനിതയാക്കുക എന്ന നീക്കത്തിലൂടെ അവരുടെ ആ ഓപ്പറേഷൻ ഒഡീഷയിലേക്കുള്ള ആദ്യ നീക്കം അവർ നടത്തി കഴിഞ്ഞു. നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളും പറയുന്നത്. മറ്റൊന്ന് സുബീഷ് ശ്രീജ, ഞാൻ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം അത് ബംഗാളാണ്. ബംഗാൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തിലുള്ള ആളുകൾക്ക് പോലും വളരെ കൗതുകമുള്ള, അല്ലെങ്കിൽ ഒരു സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ കോട്ടയായിരുന്ന പിന്നീട് തൃണമൂൽ പിടിച്ചടക്കിയ ബംഗാളിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ കൗതുകരമാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ BJP അവിടെയും തൂത്തുവാരും എന്നാണ് അതെ, മമതയോട് ഒരു മമതയും കാണിക്കുന്നില്ല, തൃണമൂൽ തകർന്നടിയും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. BJPക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഘടകങ്ങളുണ്ട് കേട്ടോ. കാരണം 2014 2ൽ നിന്ന് തുടങ്ങി 19ലേക്ക് എത്തുമ്പോൾ 18 അത് ഉയർത്തിയ ചരിത്രമാണ് BJPക്കുള്ളത്. അപ്പോൾ പടിപടിയായി അവർ വളരുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതേപോലെ തന്നെ അവർ തകർന്നടിയുന്ന കാഴ്ചയും
ബംഗാളിലുണ്ട്. അപ്പോൾ ബംഗാളും നേരത്തെ നമ്മൾ പറഞ്ഞ ആന്ധ്രയുടെ ഒക്കെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ അവർ കൂടുതലായി BJP-യെ എൻ്റെ ഒരു സംശയം ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഈ തൃണമൂലിന് മുന്നിൽ തന്നെയാണ് BJP ആണല്ലേ? അതെ, ഏകദേശം എല്ലാ എക്സിറ്റ് പോളിൽ പോലും 30 സീറ്റിനടുത്തൊക്കെ പറയുന്നു. 30 കടക്കും എന്നൊക്കെ പറയുന്നു. ഒരു എക്സിറ്റ് പോൾ പോലും തൃണമൂലിന്റെ ഒരു മുന്നേറ്റം പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ആകെയുള്ള 42, അതിൽ 30 സീറ്റ് വരെ കടക്കും എന്ന് ചില എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. ഏകദേശം 25 അതിനുള്ളിലാണ് ഏകദേശം കൂടുതൽ സർവേ ഫലങ്ങൾ പറയുന്നത്. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ബംഗാളിന്റെ ഇപ്പൊ കേരളത്തെയൊക്കെ പോലെ തന്നെയാണ് ഓരോ മേഖലയിൽ ഓരോ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഈ BJP നേട്ടം ഉണ്ടാകുന്നത്? അതെ, ഇപ്പോൾ കേരളത്തിൽ 20 ആണെങ്കിൽ 42 മണ്ഡലങ്ങളുണ്ട്. വലിയ സ്റ്റേറ്റ് തന്നെയാണ്. അതെ, വലിയ സംസ്ഥാനങ്ങളൊന്നാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു 3 മേഖലയാണ്. അതിൽ നോർത്തേൺ ഹിൽസ് മേഖല, അവിടെ 4 സീറ്റാണ് ഉള്ളത്. അത് കഴിഞ്ഞ തവണ 4 BJP-ക്ക് കിട്ടിയ ഒരു ചരിത്രമുണ്ട്. ഡാർജിലിംഗ് ഒക്കെ ഉൾപ്പെടുന്ന അവിടെയൊക്കെ ഇത്തവണ CAA നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന അജണ്ടയായി കൊണ്ടുവന്നത് തന്നെ ബംഗാൾ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുകയും ചെയ്തതാണ്. പിന്നൊന്ന് റാർ ബംഗാൾ എന്ന് പറയുന്ന മേഖല, അത് സെൻട്രൽ ബംഗാളിൻ്റെ ആ ഭാഗത്ത് വരും. അവിടെയുള്ളത് 10 സീറ്റാണ്. 2019 അവിടെയും 7 സീറ്റ് BJP നേടിയിരുന്നു. അപ്പോൾ ഈ സ്ട്രോങ് ഹോൾഡിലൊക്കെ ഇത്തവണയും കഴിഞ്ഞ തവണ ആവർത്തിച്ചതുപോലെയുള്ള പ്രകടനം നടത്തുക, കിട്ടാതെ പോയ ഇടങ്ങളിൽ അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJP നടത്തിയിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയിടത്ത് BJP നേട്ടമുണ്ടാക്കും. അതായത് നോർത്തേൺ ഹിൽസ് മേഖലയും റാൾ ബംഗാൾ മേഖലയും. ആ അർത്ഥത്തിലാണ് നമുക്ക് നാളെ കൗതുകകരമായിട്ടുള്ള റിസൾട്ട് തരാൻ പോകുന്നത്. ഇനി ഏറ്റവും തീപാറും പോരാട്ടം നടക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് വടക്കൻ ബംഗാളാണ്. അവിടെ 8 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. ആ 8-ൽ BJP 3, തൃണമൂൽ 3, കോൺഗ്രസ് 2. അപ്പോൾ അവിടെ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ട് എന്നാണ് ആ ഫീൽഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുകൾക്കും അവരുടെ ഇഷ്ടമണ്ഡലം അല്ലെങ്കിൽ CPM-ന് മുർഷിദാബാദ് ഉള്ളത് ഈ മേഖലയിലാണ്. മുഹമ്മദ് സലീം മത്സരിക്കുന്ന, കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൗധരി അവിടെയുണ്ട്. ഇനി മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ മത്സരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാർ മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ വടക്കൻ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ 8 സീറ്റിൽ എന്ത് സംഭവിക്കും? ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് സംശയം വരുന്നത് ഈ സന്ദേശ് ഖാലിയൊക്കെ ഉൾപ്പെടുന്ന മേഖലയുണ്ടല്ലോ, ഗംഗ ഡെൽറ്റ. സന്ദേശ് ഖലിയാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വലിയ രീതിയിൽ ബംഗാളിലെ പൊളിറ്റിക്സിനെയൊക്കെ മാറ്റിമറിച്ചേക്കുമെന്നൊക്കെ നമ്മൾക്ക് പ്രതീതി ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ സന്ദേശ് ഖലി സംഭവം. അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനം? ബാസർഗട്ട് മണ്ഡലത്തിൽ ഏകദേശം 7 മണ്ഡലങ്ങളാണുള്ളത്. നിലവിൽ BJP-യുടെ കയ്യിൽ അവിടെ 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയും ഈ CAA ഒക്കെ വലിയ വിഷയമാവുകയും ചെയ്യും. സന്ദേശ് ഖാലി എനിക്ക് തോന്നുന്നു നമ്മൾ പ്രചാരണ സമയത്തൊക്കെ കണ്ടത് BJP-ക്ക് തിരിച്ചടിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള ഒരു പ്രദേശത്തേക്ക് കടന്നു കയറാൻ വേണ്ടി ഒരു ഫേക്ക് വീഡിയോകൾ തന്നെ ഉണ്ടാക്കുന്നു, സ്ത്രീകളെ കൊണ്ട് വ്യാജ കാര്യങ്ങൾ പറയിപ്പിക്കുന്നു, അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് തന്നെ ഇതാ BJP-യാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പുറത്തുവിടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രചാരണത്തിന്റെ എല്ലാ സ്വഭാവവും മാറി അത് മുഴുവൻ BJP-ക്ക് തിരിച്ചടിയാകാൻ പോകുന്നതാണ്. പക്ഷേ മാത്രമല്ല ഈ ഗവർണർ BJP പോര് അങ്ങനെ പലതരത്തിൽ മമതയെ നമുക്കറിയാമല്ലോ. ചെറിയൊരു തീപ്പൊരി കിട്ടിയാൽ അത് ആളിക്കത്തിക്കാൻ കരുത്തുള്ള നേതാവാണ് മമതാ ബാനർജി. അവർ ബംഗാളിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന വികാരമൊക്കെ നമുക്കറിയാം. അത് 10 മടങ്ങ് കരുത്തിൽ ഇത്തവണ നമ്മൾ ബംഗാളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല, തൃണമൂലിന് നഷ്ടമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറയേണ്ടി വരും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം അടിത്തട്ടിൽ ബംഗാളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ BJP അടുത്ത വലിയ നേട്ടമുണ്ടാക്കുന്ന മേഖല ബംഗാളാണ്. ഇനി നമ്മൾ പോകുന്നത് ഹിന്ദി ഹൃദയഭൂമി. ഒരു പക്ഷേ രാജ്യത്തെ ഭരണം നിർണ്ണയിക്കുന്നത് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കിട്ടുന്ന വോട്ടുകൾ തന്നെയാണ്. 10 സംസ്ഥാനങ്ങൾ, 225 മണ്ഡലങ്ങൾ. ഇതിൽ 178 ഇപ്പോൾ BJP-യുടെ കയ്യിലാണ്. 6 സീറ്റുകൾ കോൺഗ്രസ്, മറ്റുള്ളവർക്ക് 42. ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് വളരെ 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 നിർണായകമാവുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് സംഭവിക്കും? അതിൽ നമ്മൾ ആദ്യം പോകുന്നത് ബീഹാറിലേക്കാണ്. ഒരു പക്ഷേ ബീഹാർ പിടിക്കുക എന്നത് BJP ഇത്തവണ ഒരു വലിയ ലക്ഷ്യമായി തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാറിയും മറഞ്ഞും ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന നിതീഷുമായി വീണ്ടും ഒരു സഖ്യത്തിലേക്ക് BJP പോകുന്നത്. ആകെയുള്ള 40 സീറ്റിൽ നിലവിൽ BJP-യുടെ കയ്യിൽ 17 സീറ്റും, JDU-വിൻ്റെ കയ്യിൽ 16 സീറ്റും, കോൺഗ്രസിൻ്റെ കയ്യിൽ 1 സീറ്റും, LJP-യുടെ കയ്യിൽ 6 സീറ്റുകളുമാണുള്ളത്. നോക്കൂ, ഇത്തവണ എന്താണ് ബീഹാറിലെ കോമ്പിനേഷൻ? ഈ പറഞ്ഞതിൽ കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാവരും ഒന്നിച്ചാണ്. ബീഹാറിൽ 38 സീറ്റ് വരെ NDA നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നത് അങ്ങനെയാണ്. അതായത് BJP-യുടെ 17, JDU-വിൻ്റെ 16, LJP-യിലെ 6, അതിൽ മുഴുവനില്ല അല്ലേ?
LJP ഇത്തവണ ഈ BJP JDU LJP സഖ്യം അതുകൊണ്ട് തന്നെയാണ് സീറ്റുകൾ പിടിക്കുമെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും JDU സഖ്യം വിജയിച്ചോ ഇല്ലയോ എന്നറിയുക നമ്മൾ ഈ ബീഹാറിൽ തന്നെ മിഥില മേഖല ഫോക്കസ് ചെയ്യുമ്പോഴാണ്. ഈ മിഥില മേഖലയിൽ 17 സീറ്റാണ് ആകെയുള്ളത്. അതിൽ നിലവിൽ JDUവിൻ്റെ കയ്യിലാണ് 7 സീറ്റുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മിഥില മേഖലയിൽ NDA വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ സഖ്യം വർക്കൗട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നാളെ അറിയാൻ കാത്തു നിൽക്കണ്ട. നമ്മൾ മിഥില മേഖലയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മതി. അവിടെ ഈ ഹാജിപൂർ ഉൾപ്പെടെയുള്ള മേഖല അതിലാണ് വരുന്നത്. ചിരാഗ് പാസ്വാൻ LJPയുടെ ചിരാഗ് പാസ്വാൻ അവിടെയാണ് മത്സരിക്കുന്നത്. JDUവിൻ്റെ സ്വാധീന മേഖലയാണ്. അപ്പോൾ ഇത്രയും വരുമ്പോൾ തന്നെ മിഥില മേഖല പിടിച്ചാൽ ബീഹാർ പിടിക്കാൻ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, ബീഹാറിലെ സമവാക്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതെ, ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം. അവിടുത്തെ യാദവ മുസ്ലിം സഖ്യം നിൽക്കുന്നത്, അവിടുത്തെ യാദവ മുസ്ലിം വോട്ടുകൾ നിൽക്കുന്നത് ഇത്തവണ ഇന്ത്യ സഖ്യത്തിലേക്ക് ചാഞ്ഞാണ് സ്വാഭാവികമായി. ഇപ്പുറത്ത് ദളിത് വോട്ടുകൾ അല്ലെങ്കിൽ OBC EBC പിന്നാക്ക വോട്ടുകൾ എല്ലാം NDAക്കൊപ്പവുമാണ്. ആ സമയത്താണ് തേജസ്വി യാദവ് ഒരു ഫോർമുല ഉണ്ടാക്കുന്നത്, ബാപ് ഫോർമുല, ബഹുജൻ അഗാഡ ആദി ആബാദി പിച്ചഡ, അതായത് ദളിത് ഫോർവേഡ് വിമൻ പിന്നാക്ക വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാപ് ഫോർമുല ഉണ്ടാക്കുന്നത്. ആ മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ബാപ് ഫോർമുലയൊക്കെ വർക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യ മുന്നണി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയണം. ഇന്ത്യ മുന്നണി മിഥില പിടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം തേജസ്വിയുടെ ഈ ഫോർമുല അവിടെ വിജയിച്ചു എന്നാണ്. പക്ഷേ തേജസ്വിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതിനേക്കാൾ തേജസ് ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തന്നെ ആ സൂചന കിട്ടേണ്ടതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടെ പണിയെടുക്കുന്ന തേജസ്വി യാദവാണ്. യുപിയിൽ അഖിലേഷ്, ബീഹാറിൽ തേജസ്വി. ഈ യാദവ് വോട്ടുകൾ നിർണായകമാവുന്ന ഭോജ്പൂർ മേഖല കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടെ 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റിൽ യാദവ വോട്ടുകൾ വളരെ നിർണായകമാണ്. ലാലു പ്രസാദ് യാദവിന് സ്വാധീനമുള്ള ഗോപാൽഗഞ്ച്, സരൺ, സസാറ മണ്ഡലങ്ങളൊക്കെ ഈ മേഖലയിലാണ്. അപ്പോൾ നമ്മൾ മിഥിലയും ഭോജ്പൂറും ഒന്ന് ഉറ്റുനോക്കിയാൽ അറിയാം ബീഹാറിൽ ഈ കോമ്പിനേഷൻ വർക്ക് ഔട്ട് ആയിട്ടുണ്ടോ, ഫോർമുല വർക്ക് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ഇതിലിപ്പോൾ ഇന്ത്യ മുന്നണിയെ തന്നെ പൊളിക്കാനാണ് നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാളയം ചാടിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഈ വരാനിരിക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നൊന്നുമില്ല. വേറൊരു കാര്യം നമ്മൾ പറയാനുള്ള, ഇപ്പൊ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ കളം മാറി ചവിട്ടലും ഈ മാറ്റി മുന്നണികൾ മാറി മാറി പരീക്ഷിക്കലൊക്കെ അതൊക്കെ. പക്ഷെ ഈ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അവിടെ ജനങ്ങൾ ഭാഗമാണ്. അവിടെ അതൊന്നും ഒരു പ്രശ്നം. ശരി, അടുത്തത് സായി, ഒരു പക്ഷേ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനം യുപി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം. അതെ, യുപിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ബീഹാർ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ. ബീഹാറിൽ അഥവാ ഈ സഖ്യ പരീക്ഷണം പാളി എന്ന് വെക്കുക, എന്തെങ്കിലും നഷ്ടം അവിടെ സംഭവിച്ചാലും അത് നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിൽ അത് നികത്തപ്പെടും എന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ യുപിയിലേക്ക് വരാം. യുപി ആണല്ലോ ഇപ്പോൾ 2014 BJPക്ക് 72 സീറ്റാണ്, 80-ൽ 72 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 2019 വരുമ്പോൾ BJPക്ക് കിട്ടിയത് 62 സീറ്റാണ്. അതായത് SP BSP സഖ്യം വളരെ പവർഫുൾ ആയിരുന്നു. അപ്പോൾ ഇത്തവണ അതിൽ ഈ 62-ൽ കുറയുമോ അതോ BJP നില മെച്ചപ്പെടുത്തുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് യുപിയിൽ BJPക്ക് സീറ്റ് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ ഏതാണെന്ന് നോക്കിയാൽ അതിൽ ആദ്യം വരുന്നത് പശ്ചിമ യുപിയാണ്. പശ്ചിമ യുപിയിൽ ആകെ 17 സീറ്റാണ് ഉള്ളത്. അതിൽ 14 സീറ്റിലും 2019 വിജയിച്ചത് BJP ആണ്. സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് 1 സീറ്റാണ്. BSP 2 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും ഒക്കെ ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മേഖല തന്നെയാണ്. കാരണം യാദവ ദളിത് വോട്ടുകൾ അവിടെ നിർണായകമാണ്. മാത്രമല്ല, നേരത്തെ ഈ തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച ഫോർമുല എന്ന് പറഞ്ഞല്ലോ, ആ സമവാക്യത്തിന് സമാനമായി ഇപ്പോൾ PDA, പിച്ചട, ദളിത്, അല്പസംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവിൻ്റെ ഒക്കെ അവിടെ പ്രചാരണം. അവിടെ ഡിംപിൾ യാദവ് മത്സരിക്കുന്ന മെയിൻപുരിയൊക്കെ ആ ഒരു മേഖലയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അഖിലേഷ് ഒരു നല്ല ഫൈറ്ററാണ്, റിയൽ ഫൈറ്ററാണ്. ഇപ്പോൾ കനൗജ് എന്ന് പറയുന്നത് ഈ
ഇവരുടെ ഒരു സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജ് സീറ്റാണ്. അവിടെ കഴിഞ്ഞ തവണ ഡിംപിൾ യാദവിനെ സുബ്രത് പഥക് BJPയിലെ സുബ്രത് പഥക് തോൽപ്പിക്കുന്നു. ഈ സീറ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഇക്കുറി മത്സരിച്ച് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അഖിലേഷ് യാദവ് തന്നെയാണ്. അല്ല, അങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം അഖിലേഷ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, പിന്നീട് പ്രവർത്തകരുടെ ആവശ്യപ്രകാരം മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കനൌജിലൊക്കെ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് വരുന്നു. ഇപ്പോൾ ടൈറ്റ് ഫൈറ്റ് വരുമ്പോൾ ഈ പശ്ചിമ UP അതുപോലെ മധ്യ കിഴക്കൻ UPയിൽ 27 മണ്ഡലങ്ങളിൽ ഈ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്, വളരെ ക്ലോസ് ഫൈറ്റ് ഉണ്ട്. നമ്മൾ ഉറ്റുനോക്കേണ്ട 27 മണ്ഡലങ്ങൾ നാളെ UPയിൽ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 27 മണ്ഡലങ്ങളാണ് ഈ പശ്ചിമ മധ്യ കിഴക്കൻ UPയിൽ ഉൾപ്പെടുന്ന 27 മണ്ഡലങ്ങൾ. അവിടെ ഈ 27 മണ്ഡലങ്ങളിൽ 20ലും 2019 BJP വിജയിച്ച മണ്ഡലങ്ങളാണ്. അതെ. പക്ഷെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും BJPക്ക് തിരിച്ചടി അവിടെ നേരിട്ടാൽ, ഈ 20ൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ 62 എന്നുള്ളത് ഒറ്റയടിക്ക് 44 വരെയായി കുറഞ്ഞേക്കാം. കാരണം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ്, അയോധ്യയൊന്നും വലിയ തരംഗത്തിന് കാരണമായിട്ടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലും സ്ഥാനാർത്ഥിയാണ്. അലിഗഡ്, ഖൈറാന, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജ്, പിലിഭത്ത്, അമേഠിയിൽ പോലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ എന്തും സംഭവിക്കാം. BJPയുടെ കോട്ടയാണ്, അല്ലെങ്കിൽ BJP ഈസി വിൻ പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് എന്നൊന്നും നമുക്ക് 2024 എക്സിറ്റ് പോളൊക്കെ നിൽക്കട്ടെ, എന്നിട്ട് പോലും അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെയൊക്കെ ഒരു ഏകപക്ഷീയമായ പോരാട്ടം എന്ന് പറഞ്ഞു. അതിപ്പോ നമ്മൾ അഖിലേഷിന്റെയും രാഹുലിന്റെ ഒക്കെ റാലിയിൽ ഒഴുകിയ ആളുകളെ കുറിച്ച് ഇതിനു നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയും NDAയും നേർക്കുനേർ ഫൈറ്റ് ചെയ്ത സംസ്ഥാനം ഒരുപക്ഷെ UP ആണ്. രാഹുൽ ഗാന്ധി ഈ മേഖലകൾക്ക് അതീതമായി, ഇപ്പൊ ഞാൻ മേഖല തിരിച്ചു പറഞ്ഞല്ലോ, പശ്ചിമ UP, കിഴക്കൻ UP, മധ്യ UP, ഈ മേഖലകൾക്ക് അതീതമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ BSPക്ക് 10 സീറ്റ് 2019 കിട്ടി. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ നിന്നല്ല, അവർ 2 സീറ്റ് വീതം പല മേഖലകളിൽ നിന്നാണ്. അപ്പൊ ഈ വോട്ട് മുഴുവൻ BSP ഇത്തവണ വീക്കാണ്. അപ്പോൾ BSPയുടെ വോട്ടുകൾ ആരിലേക്ക് പോകും എന്നുള്ള ചോദ്യത്തിന് കൂടി നാളെ ഉത്തരം. കിഴക്കൻ UPയിലെ പൂർവാഞ്ചൽ മേഖലയിൽ ദളിത് വോട്ടുകൾ നിർണായകമാണ്. കഴിഞ്ഞ തവണ പിടിച്ചതുപോലെ BSP ആ വോട്ടുകൾ ഇനി BJPയിലേക്കാണോ, ഇനി BSP ആ വോട്ട് പിടിച്ചാൽ അതും ഒരുപക്ഷെ BJPക്ക് നേട്ടമാവുകയും ചെയ്യും. ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ 5 യാദവ സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കും കുറവ്. ഈ നേരത്തെ പറഞ്ഞ ജാതി സമവാക്യങ്ങൾ വളരെ സമർത്ഥമായി അഖിലേഷ് യാദവ് ഉപയോഗിച്ചിട്ടുണ്ട്. ദളിത് ന്യൂനപക്ഷങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംവരണ വിഷയമൊക്കെ ഒരുപക്ഷെ മോദി ഈ വാവിട്ട വാക്ക് പോലും പറഞ്ഞത് UPയിൽ അത് വർക്കാവുമോ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയൊക്കെ അവിടെ വർക്കാവുമോ എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ്. അപ്പോൾ UP പിടിക്കാൻ പരമാവധി ഇന്ത്യ മുന്നണി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്നതിന്റെ സൂചന പക്ഷേ എക്സിറ്റ് പോളുകളിൽ ഫൈറ്റ് നടക്കുന്ന 27 മണ്ഡലങ്ങളിൽ എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ BJPയുടെ 62ൽ കാര്യമായ മാറ്റം വരും, കുറവ് വരും എന്നാണ് UPയെ കുറിച്ച് അവസാനമായി പറയാനുള്ളത്. ഇനി എന്നാൽ BJP ഉറപ്പിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ BJPക്ക് വേണ്ട സീറ്റുകൾ മുഴുവൻ കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന അടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. ശ്രീജസ് പറഞ്ഞതുപോലെ BJP കഴിഞ്ഞ തവണ തൂത്തുവാരിയത് 29ൽ 28 ഇപ്രാവശ്യവും അതിൽ ഒരു മാറ്റവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്, നേരത്തെ ഒരു സീറ്റ് കിട്ടിയ കോൺഗ്രസ് അതും കൂടി കളഞ്ഞ് 29ൽ 29 ഇതാ BJPക്ക് കൊടുക്കാൻ പോകുന്നു എന്നാണ്. ദിഗ്വിജയ് സിംഗ് ഒക്കെ ഇറങ്ങിയ ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഭോപ്പാലിലെ രാജ്ഗഡിലാണ് ഭോപ്പാൽ മേഖലയിലെ രാജ്ഗഡില് ദിഗ്വിജയ് സിംഗ് ഇറങ്ങുന്നത്. ദിഗ്വിജയ് സിംഗ് രാഷ്ട്രീയമൊക്കെ മതിയാക്കി വീട്ടിലിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു. അവസാന മത്സരം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഇനി വിദിശയില് ശിവരാജ് സിംഗ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടോ എന്നതാണ് മറ്റൊരു കൗതുകം. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അവിടെ പാടെ ഒഴിവാക്കപ്പെട്ടു എന്ന ഫീലിൽ ഇപ്പോൾ 3ാം ടേം കിട്ടിയാൽ ശിവരാജ് സിംഗ് ചൗഹാൻ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് BJPക്ക് അകത്ത് തന്നെ മോദിയുടെ ഒരു വിമർശകനായിട്ടാണ് അദ്ദേഹത്തെ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുമോ, ഇനി സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻനിരയിലേക്ക് വരുമോ എന്നറിയണം. മറ്റൊരു കൗതുകം, നേരത്തെ നമ്മൾ പറഞ്ഞ കോൺഗ്രസ് അവരുടെ ഒരു സീറ്റ് അത് നിലനിർത്തും. മഹാകോശൽ മേഖലയിലെ ചിന്ദ്വാഡ് എന്നുള്ളതാണ്. ചിന്ദ്വാഡ് കൂടി പോയാൽ പിന്നെ അവിടെ പൂർണ്ണമായി സംപൂജ്യരായി. ശരി, അപ്പൊ മധ്യപ്രദേശിൽ അവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ജ്യോതിരാദിത്യ സിംഗ് കൂടി മത്സരിക്കുന്ന ചമ്പൽ മേഖല, അവിടെ എന്തെങ്കിലും ഒരു നേട്ടം കോൺഗ്രസ് സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പൊ നമുക്ക് മറ്റൊരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഹരിയാന, ഹാർട്ട്ലാൻഡിന്റെ ഭാഗമാണല്ലോ, ഹരിയാനയിലേക്ക് പോവാം. ഹരിയാന പിന്നെ എനിക്കും സുബീഷിനും ഒരുപാട്
ഒരുപാട് തവണ പറഞ്ഞാണ്. ഹരിയാനയിൽ ആകെ 10 സീറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ഈ രാജസ്ഥാനിലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല, ഗുജറാത്തിലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ ഹരിയാന അങ്ങനെ, രാജസ്ഥാനിൽ പക്ഷേ ചെറിയ ചില സീറ്റുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാമെന്ന് പറയുന്നുണ്ട്. ഗുജറാത്ത് ഒരു സർവേയിലും പറയുന്നതെല്ലാം വലിയ നമ്പറിലൊന്നും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അതുപോലെയല്ല ഹരിയാന. കാര്യം നമ്മൾ പറയില്ലേ, മറ്റേ നഞ്ചേ ഉള്ളൂ, അത് പക്ഷെ നന്നായി മതി എന്നൊക്കെ പറയണ മാതിരി വളരെ കുറച്ചാണെങ്കിൽ 10 ഉള്ളൂ. ഈ 10ൽ 10 സീറ്റും കഴിഞ്ഞ തവണ BJP-ക്കായിരുന്നു, കഴിഞ്ഞ തവണയും അതിന്റെ മുമ്പത്തെ തവണയും. പക്ഷേ ഇത്തവണ അങ്ങനെ ആവില്ല എന്നത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായിരുന്നു ഹരിയാന. അത് കർഷക പ്രക്ഷോഭമാവട്ടെ, അഗ്നിവീർ പദ്ധതിക്കെതിരായ പ്രതിഷേധമാവട്ടെ, ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പീഡന പരാതിയിലുണ്ടായ പ്രശ്നങ്ങളാവട്ടെ, അങ്ങനെ എല്ലാത്തരം പ്രശ്നങ്ങളും ഏറ്റവും അധികം ഉയർന്നു വന്ന അവിടെ 10 സീറ്റിൽ പരമാവധി ഇത്തവണ ഒരു 5 സീറ്റോ 6 സീറ്റോ ഒക്കെ കിട്ടൂ എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പറയുന്നത്. ആ 10ൽ 2 നഷ്ടപ്പെട്ടാൽ പോലും ബിജെപിക്ക് വലിയ നഷ്ടമാണ്. അവിടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അത് കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ഹരിയാന. ഈ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ മതി, നമുക്കതറിയാം. അത് പ്രതിഫലിക്കേണ്ട മണ്ണ് ഹരിയാനയാണ്. കർഷക സമരമുണ്ട്, ഈ പറഞ്ഞ ജാതി സമവാക്യങ്ങൾ, ജാട്ട് വിഭാഗങ്ങൾക്കുള്ള എതിർപ്പുണ്ട്, അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിലൊക്കെ പ്രതിഫലിക്കും. ഹരിയാന ഇത്ര ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ രജ്പുത്തുകളുണ്ട്, അവിടെ ജാട്ട് വിഭാഗത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നൊരു പരാതി അവർക്കുണ്ട്. ഈ OBC അനുഭാവം കേന്ദ്ര സർക്കാർ കാണിക്കുമ്പോൾ ഞങ്ങൾ മുന്നാക്ക വിഭാഗക്കാരെ നിങ്ങൾക്ക് വേണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊരു. അത് മാത്രമല്ല, ബാക്കി എല്ലായിടത്തും BJP-യിലേക്ക് ആളുകൾ ഒഴുകുമ്പോൾ BJP-യുടെ സംസ്ഥാന സർക്കാരിന് തന്നെ വെല്ലുവിളി ഉയർത്തി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മറുകണ്ഠം ചാടിയ ഒരു സംസ്ഥാനം കൂടിയാണ് JJP എന്ന് പറയുന്നത്. അവിടെ പ്രാദേശികമായിട്ടൊക്കെ നല്ല ഹോൾഡുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ കോൺഗ്രസിനോടുള്ള ചേർന്ന് നിൽപ്പ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണമാകുമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഹരിയാനയിൽ നിന്ന് വിധി വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മഹാരാഷ്ട്രയിലേക്ക്. മഹാപോരാട്ടം നടക്കുന്നുണ്ട്. അല്ല, രാജ്യത്ത് മറ്റൊരു സ്റ്റേറ്റിലും പരീക്ഷിക്കപ്പെടാത്ത രീതിയിലുള്ള സഖ്യ ധാരണ മാതൃകകൾ 2024 പരീക്ഷിക്കപ്പെടുന്ന ഏക സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ പല മണ്ഡലങ്ങളിലും തീപാറും പോരാട്ടം. അതായത് ആകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് 2019 മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം 2024 ആദ്യമായി പഠിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് പഠിക്കേണ്ടത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതൊക്കെ വിഭാഗങ്ങൾ, ഏതൊക്കെ അത് എഴുതി വെച്ച് പഠിക്കണം. ഇപ്പോ ഷിൻഡെ ശിവസേന 2ആയി പിളർന്നു. ഏകനാഥ് ഷിൻഡെ വിഭാഗം അതിൽ NDA മുന്നണിയിലാണ്. ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ത്യ മുന്നണിയിൽ ആണ്. അതുപോലെ NCP 2ആയി പിളർന്നു. അതിൽ അജിത് പവാർ NCP NDA മുന്നണിയിലാണ്. ശരത് പവാർ NCP ഇന്ത്യ മുന്നണിയിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി ഇത്തവണ മഹാരാഷ്ട്ര മാറിയിരിക്കുന്നു. അതിൽ ഏത് ശിവസേനയെ അല്ലെങ്കിൽ ഏത് NCPയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നാളെ അറിയാം. ഇവിടെ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് 48 സീറ്റാണ്. അതായത് UP കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ മഹാരാഷ്ട്ര അങ്ങനെയല്ല. ഈ 48ൽ ശ്രീജ സായി 41 കഴിഞ്ഞ തവണ NDA സഖ്യത്തിനായിരുന്നു. അതിൽ 23 സീറ്റ് BJPക്കായിരുന്നു, 18 സീറ്റ് ശിവസേനയ്ക്കാണ്. ഈ 18 ഇപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന് 2 സീറ്റ് കിട്ടിയിരുന്നു, NCPക്ക് 4. NCPക്ക് കിട്ടിയ 4 ഇപ്പോൾ 2 വിഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ശിവസേനയെ സംബന്ധിച്ച് അതീവ നിർണായകമായ 2 മേഖലകളാണ്. ഒന്ന് കൊങ്കൺ മേഖലയും ഒന്ന് ഗ്രേറ്റർ മുംബൈ എന്ന് പറയുന്ന മുംബൈ നഗരത്തിന്റെ പ്രധാന മേഖല. അതെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ വിളിക്കാവുന്ന ഈ ഏറ്റവും പ്രമുഖ വ്യവസായികളൊക്കെ അവർക്കൊക്കെ വോട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഗ്രേറ്റർ മുംബൈ എന്ന് പറയുന്നത്. ഈ കൊങ്കൺ മേഖലയെ സംബന്ധിച്ച് ശിവസേനയിലെ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് കൊങ്കൺ മേഖല. അവിടെ കല്യാൺ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏകനാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മത്സരിക്കുന്നത്. അവിടെ ജയം ഉറപ്പാണ് അവർക്ക് എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്ന് താനെയാണ്. താനെ എന്ന് പറഞ്ഞാൽ ഏകനാഥ് ഷിൻഡെയുടെ ജന്മനാടാണ്. അപ്പോൾ അവിടെയൊക്കെ സ്ട്രോങ് ഹോൾഡാണ് ശിവസേന എന്ന് പറഞ്ഞാൽ. അവിടെ മറ്റൊന്ന്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റർ മുംബൈ മേഖലയാണ്. ഗ്രേറ്റർ മുംബൈയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. അവിടെ ഈ ശിവസേനയെ സംബന്ധിച്ച് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. മുംബൈ നഗരം ഉൾക്കൊള്ളുന്ന മേഖലയാണ്. ബൃഹത് മുംബൈ കോർപ്പറേഷൻ ഇവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ 2 സേനകൾ തമ്മിലുള്ള ഫൈറ്റാണ്. അതിലാരെ ജനങ്ങൾ അംഗീകരിക്കുന്നു നമ്മുടെ 18-ൽ 5 പേർ മാത്രമേ ഉദ്ധവിനൊപ്പം, 13 പേര് ഏകനാഥിനൊപ്പമാണ്. അതെ, പക്ഷെ അവിടെ ഉദ്ധവിന് ഈ 13 പിടിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊങ്കണിലേക്ക് നമ്മൾ നോക്കിയാൽ മതി അല്ലേ? നാളെ കൊങ്കണിൽ ആര് പിടിക്കുന്നു എന്നതായിരിക്കും പ്രധാനമാവുക. കാരണം കൊങ്കണിൽ 2 പേരും കൂടെ നേടിയതായിരുന്നു ഇത്രയും സീറ്റുകൾ. അതിൽ നിന്ന് ഇനി ഈ 13-നാണോ 5-ലേക്കാണോ അപ്പുറം ഇപ്പുറം മാറി വരിക? വോട്ടർമാർ ആർക്കൊപ്പം, ജനങ്ങൾ ആരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വിജയത്തിൽ നിന്ന് വരാൻ പോകുന്നത്. ഇപ്പോൾ ഉദ്ധവ് താക്കറെയൊക്കെ അതിശക്തമായി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുപ്പിൽ എനിക്ക് ഓർമ്മയുള്ളത്, അധികാരം കിട്ടിയാൽ RSSനെ ആയിരിക്കും ആദ്യം നരേന്ദ്രമോദി നിരോധിക്കാൻ പോകുന്നതെന്നാണ്. അതായത് ഇന്ത്യ മുന്നണി ഒരു തരത്തിലും യോജിക്കാത്ത പ്രത്യയശാസ്ത്രമാണ് ശിവസേനയും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും തമ്മിൽ. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവായി ഉദ്ധവ് താക്കറെ മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ വലിയ കൗതുകം മഹാരാഷ്ട്രയിൽ നിന്ന് എന്തായാലും കൗതുകം തീരുന്നില്ല. കാരണം ഈ ഒരു ഇൻഫൈറ്റ് NCPക്ക് വളരെ സ്വാധീനമുള്ള 11 മണ്ഡലങ്ങളുണ്ട്. 11 ലോക്സഭാ മണ്ഡലങ്ങൾ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ മാത്രമുണ്ട്. അതിലൊന്നാണ് ഈ സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യയുടെ പേരെന്താ, സുനേത്ര പവാർ. ഇവര് 2 പേരും, അതായത് ആ കുടുംബത്തിലെ 2 പേർ തമ്മിലുള്ള മത്സരമാണ് ബാരാമതി. അപ്പോൾ ബാരാമതി അടക്കം 11 ലോക്സഭാ മണ്ഡലങ്ങൾ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ വരുന്നതാണ്. അവിടെ യഥാർത്ഥ NCP ആര് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ദിവസമാണ് നാളെ. പിന്നെ വിദർഭ മേഖലയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ NCPക്ക് 4 MP-മാരുണ്ട്. അവരിൽ 3 പേരും ശരത് പവാറിന്റെ കൂടെയാണ്, ഒരാൾ മാത്രമാണ് അജിത് പവാർ വിഭാഗത്തിലുള്ളത്. അപ്പോൾ NCPയെ സംബന്ധിച്ചും നാളെ ഉത്തരം എനിക്ക് തോന്നുന്നു ശരത് പവാറിന്റെ ആ ഒരു രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങൾ വിജയിക്കാനാണ് സാധ്യത. അജിത് പവാറിന്റെ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമേ പ്രചാരണത്തിൽ പോലും കേന്ദ്രീകരിച്ചു. മന്ത്രിസഭയിൽ ഇടം കിട്ടിയിട്ടില്ല, ഒരുപാട് പരാതികൾ. ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പോയത് തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നൊക്കെയുള്ള ബാക്ക് സ്റ്റോറി അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തീപാറും. ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളും നിർണായകമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ജനവിധി അത്രമേൽ ഇന്ത്യയുടെ ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റാൻ പോകുന്ന വിധിയാണ് വരാൻ പോകുന്നത്. എന്തായാലും നാളത്തെ ദിവസം ഇതാ ഇപ്പൊ ഈ പറഞ്ഞ മേഖലകളിലേക്ക് ഉറ്റുനോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ സമവാക്യങ്ങൾ ഫലിച്ചിട്ടുണ്ട്, ഏതൊക്കെ സഖ്യങ്ങൾ ഫലപ്രദമായിട്ടുണ്ട്. അതായത് എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ മേഖലകളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏത്, പ്രാപ്തമായ മേഖല. ഞാൻ പറയുന്നത് പ്രാദേശിക പാർട്ടികൾ ഒരുപാടുണ്ട് അല്ലേ, അതിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. പക്ഷേ ഒരു നിർണായക സ്വാധീനമായി മാറാൻ സാധ്യതയുള്ള, രാജ്യം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാൻ ആ ഒരു സവിശേഷാധികാരം എടുക്കാൻ പ്രാപ്തമായ മേഖലകൾ ഏത്? ആ മേഖലകൾക്കൊപ്പം സവിശേഷമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടാകും. നമ്മുടെ കേരളം പോലെ. കേരളത്തിൽ ഒരുപക്ഷെ NDAക്ക് വളരെ കുറച്ച് സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത്രയേ സാധ്യതയുള്ളൂ. പക്ഷേ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ വോട്ടും സീറ്റും ഒരു വശത്തും വലിയ വലിയ മാറ്റങ്ങൾ മറുവശത്തുമായി. ഞാൻ പറയുന്നത് എക്സിറ്റ് പോൾ നമ്പറുകൾ മറന്നേക്കൂ. ജനങ്ങൾ പെട്ടി തുറക്കാൻ പോവുകയാണ്. യഥാർത്ഥ ജനവിധി എന്ത് എന്നറിയാൻ മണിക്കൂർ. നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങും. 7 മണിക്ക് നമ്മൾ തയ്യാറായി ഇവിടെയുണ്ട്, ഏറ്റവും കൃത്യമായ കണക്കുകളും വിവരങ്ങളുമായി. ICL Finco, the intelligent choice.